ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ഈവനിങ് സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. നല്ല ക്രിസ്പിയും ടേസ്റ്റിയും ആയിട്ടുള്ള ചിക്കൻ പക്കവടയാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ടൊരു 10 ടേബിൾ സ്പൂൺ കടലപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് 5 ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടിയും 5 ടേബിൾ സ്പൂൺ മൈദയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരു വിസ്കോ സ്പൂണോ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് മറ്റുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുക്കാം. ഒരു വലിയ ഉള്ളി അരിഞ്ഞത്, 2 പച്ചമുളക് അരിഞ്ഞത്, ഒരു 10 അല്ലി വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും ചതച്ചത് കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള 4 പീസ് ഫ്രൈഡ് ചിക്കൻ ക്രഷ് ചെയ്താണ് ചേർക്കുന്നത്. ഇതുപോലെ ഫ്രൈഡ് ചിക്കനാണ് ചേർക്കുന്നതെങ്കിൽ ചിക്കൻ പക്കവടയ്ക്ക് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ടായിരിക്കും. ഇനി കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൈ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല രുചികരമായിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള ഒരു ചിക്കൻ പക്കവട റെസിപ്പിയാണിത്. എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണേ. ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണേ, കൂടി പോകരുത്. ഇപ്പോഴത്തെ നമ്മുടെ പക്കവടയുടെ മാവ് ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നല്ലപോലെ തിക്കായിട്ടിരിക്കണം, ലൂസായി പോകരുത്. ഇനി ഇതുപോലെ മാവ് കുറേശ്ശായിട്ട് എടുത്തിട്ട് നന്നായിട്ട് തിളച്ചിട്ടുള്ള എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, എണ്ണ നന്നായി തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കണം. എന്നിട്ട് വേണം മാവ് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോഴതിൻ്റെ ഉള്ളൊക്കെ നല്ല പെർഫെക്റ്റ് ആയി തന്നെ കുക്കായി കിട്ടും. ഇപ്പോഴിതാ പക്കവടയുടെ ഒരു സൈഡെല്ലാം മുരിഞ്ഞ് കളറൊക്കെ ചേഞ്ച് ചെയ്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇത് തിരിച്ചു മറിച്ചിട്ടിട്ട് വേണം മൊരിച്ചെടുക്കാൻ. ഇപ്പോൾ കണ്ടോ, 2 സൈഡും നല്ല പെർഫെക്റ്റ് ആയിട്ട് മൊരിഞ്ഞ് നല്ലൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് പാകമായിട്ടുണ്ട്. ഇതിനെ എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. ഇത് നമ്മുടെ രുചികരമായിട്ടുള്ള ചിക്കൻ പക്കവട റെഡി. നോക്കി കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ? ഇനി ഇതുപോലെ സെക്കൻഡ് ബാച്ചിലുള്ള ചിക്കൻ പക്കവടയും റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ ഇതാ സെക്കൻഡ് ബാച്ചിലുള്ള പക്കവടയും അടിപൊളിയായി തന്നെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതും എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. വൈകുന്നേരങ്ങളിലൊക്കെ ചൂട് ചായക്കൊപ്പം ഇതുപോലെ മുരിഞ്ഞ ഒട്ടും എണ്ണ കുടിക്കാത്തൊരു പലഹാരം ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ചിക്കൻ പക്കവട റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.